Hello friends, welcome to Entry Technical YouTube channel. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രീഷ്യൻ റിവിഷൻ സീരീസ് ആണ്. ഓരോ ടോപ്പിക്കുകൾ എടുത്ത് അനലൈസ് ചെയ്ത് അതിലെ ക്വസ്റ്റ്യനുകളും ഫാക്റ്റുകളുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബേസിക് ഇലക്ട്രിസിറ്റിയുടെ പാർട്ട് 3 ആണിത്. ഓക്കെ, ബേസിക് ഇലക്ട്രിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം അതിൻ്റെ അകത്ത് ചോദ്യങ്ങൾ നിരവധി ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പാർട്ട് 3 നമുക്ക് ഒരു 3 പാർട്ട് ആക്കിയിട്ടാണ് അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റുക. അതിൽ ഓൾമോസ്റ്റ് എല്ലാ കൺസെപ്റ്റുകളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ആ ഒരു സമയം നമ്മളെന്തായാലും എടുക്കേണ്ടി വരും. സോ അതിലുള്ള അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ആൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഷുഡ് ഹാവ് ഡാഷ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡാഷ് എന്നുള്ള ലെവലിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ട 3 കൺസെപ്റ്റുകളുണ്ട്. വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും തന്നെ 2-3 കൺസെപ്റ്റുകളുണ്ട്. ഐഡിയലും ഉണ്ട്, റിയലും ഉണ്ട് അല്ലേ. അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, അതായത് ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ടെർമിനൽ വോൾട്ടേജ് നമ്മൾ സ്ഥിരം ആ സർക്യൂട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ എത്ര കറണ്ട് ഡ്രോ ചെയ്യുന്നു എന്നുള്ളത് പ്രശ്നമല്ല. ഓക്കെ, കൃത്യമായിട്ടുള്ളൊരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് നമ്മൾ എപ്പോഴും ആ കറണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അതൊരു ഐഡിയൽ ഒരു 10 വോൾട്ട് സോഴ്സാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ഇപ്പം ഒരു അതിൻ്റെ എക്രോസ് അതായത് 2 ടെർമിനലാണ് വരയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങളുടെ കൺസെപ്റ്റ് എങ്കിൽ നമ്മളിപ്പോൾ ഒരു 20 വോൾട്ടാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഒരു 20 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ ആ ടെർമിനൽസിന് എക്രോസ് നമ്മളിപ്പോൾ സപ്പോസ് ഇവിടെ ഒരു റെസിസ്റ്റർ ഒരു RS എന്നുള്ള ലെവലിലുള്ള സോഴ്സ് കണക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇത് മാത്രമുള്ളത്, അതായത് ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രം ഉള്ള കൺസെപ്റ്റാണ്. ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രം 20 വോൾട്ട് ആണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഐഡിയൽ സോഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ ടെർമിനൽസിൻ്റെ ക്രോസ് നിങ്ങൾക്ക് വേറെ ഫുള്ളി ആ ടെർമിനൽസിൻ്റെ ക്രോസ് വോൾട്ടേജ് കിട്ടുന്ന ഐഡിയൽ സോഴ്സും ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ഒരു RS കൂടി കണക്ട് ചെയ്യാനായിരിക്കും. ഒരു RS കൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിയൽ സോഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴും ഐഡിയലും റിയലിനെ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഐഡിയൽ എന്ന് പറഞ്ഞാൽ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ആ ടെർമിനൽസിന് അക്രോസ് 10 വോൾട്ട് തന്നെ ഉണ്ടാവും. ഇനി അതിൻ്റെ കൂടെ നിങ്ങളൊരു റെസിസ്റ്ററും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഡ്രോ ചെയ്യും, കറണ്ട് ഡ്രോ ചെയ്യും. ആ ഡ്രോ ചെയ്യുന്ന കറണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ റെസിസ്റ്റൻസ് ഇപ്പോൾ 20 വോൾട്ട് കോൺസ്റ്റൻ്റ് ആണെങ്കിലോ നമ്മളൊരു 1 മെഗാ ഓം ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുത്തെ കറണ്ട് എന്താണ്? 20 ഡിവൈഡഡ് ബൈ 1 മെഗാ ഓം, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 20 മൈക്രോ ആംപിയർ. ക്ലിയർ? ഇനി അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു 1 കിലോ ഓം ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റം. ഓക്കെ, അപ്പോൾ അങ്ങനെ എപ്പോഴും ഒരു റെസിസ്റ്റൻസ് കൂടി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു റിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് വിളിക്കും. ഒരു ഐഡിയൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്കറിയാം ഒരിക്കലും ഇല്ലാത്തൊരു കൺസെപ്റ്റാണ്. എപ്പോഴും നമ്മൾ റിയൽ സോഴ്സിൽ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് RS കൂടി നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. ഇവിടുത്തെ ചോദ്യം എന്താണ്? ആൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഷുഡ് ഹാവ് ഡാഷ്. നിങ്ങളുടെ റെസിസ്റ്റൻസിൻ്റെ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കണ്ടേ ഉള്ളൂ. നിങ്ങളൊരു ഐഡിയൽ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. അതായത് ഐഡിയൽ ആയിട്ടുള്ള സാധനത്തിൽ എപ്പോഴും റെസിസ്റ്റൻസ് ഉണ്ടോ? ഇതിനെ RS എന്ന് വിളിക്കാം, സോഴ്സ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ഹാവിങ് ഓൺലി 0 സോഴ്സ് റെസിസ്റ്റൻസ്. ക്ലിയർ? ആ ഒരു കാര്യം നമ്മൾ ഓർത്തു വയ്ക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഇതേപോലെ തന്നെ ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ട്. അതായത് നിങ്ങളുടെ കറണ്ട് സോഴ്സിൻ്റെ കാര്യം നമുക്ക് പറയാം. സിംപ്ലി നമ്മളൊരു കറണ്ട് സോഴ്സ് എടുത്തിട്ട് ഇങ്ങനെ ഡ്രോ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതിനെ ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് വിളിക്കാം. ഇനി ഈ ഐഡിയൽ കറണ്ട് സോഴ്സിൻ്റെ എക്രോസ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു റെസിസ്റ്റൻസിനെ പാരലലി പ്ലേസ് ചെയ്യുന്നത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഐഡിയൽ റെസിസ്റ്റൻസിൻ്റെ എക്രോസ് ആണോ അല്ലെങ്കിൽ നമ്മുടെ സീരീസ് ആയിട്ടാണോ കണക്ട് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. അപ്പോൾ കറണ്ട് സോഴ്സ് ആണെങ്കിൽ പാരലലി ആണ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യേണ്ടത്. വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ സീരീസ് ആയിട്ട് റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യണം. അപ്പോൾ ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് എന്നുള്ള ലെവലിൽ പറയാം, അല്ലെങ്കിൽ ഇതിനെ കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് എന്ന് പറയാം. സിമിലർലി ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് എന്നുള്ള ലെവലിലും നമുക്ക് എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എപ്പോഴും ഒരു റിയൽ സോഴ്സുകളുടെ കൂടെ എപ്പോഴും ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടി കടന്നു വരും എന്നുള്ള പോയിൻ്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണിത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഒരു പോയിൻ്റ് പറയാൻ വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി
ഇത് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു റിയൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എപ്പോഴും നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള ലെവലിലൊരു ചോദ്യം വരാം. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ തൊട്ട് മുന്നേ അനലൈസ് ചെയ്ത്. എപ്പോഴും ഒരു വോൾട്ടേജ് സോഴ്സിൻ്റെ കൂടെ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. ഈ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിന് പകരം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കറണ്ട് സോഴ്സ് ആണെങ്കിൽ എപ്പോഴും ഓർത്ത് വയ്ക്കുക, അതെങ്ങനെയായിരിക്കും, പാരലലിയാണ് കണക്ട് ചെയ്യുക. ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യനുകൾ നിങ്ങളുടെ മൈൻഡിൽ കൃത്യമായിട്ട് ഉണ്ടാവണം. അടുത്ത ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് തിരിച്ചു മറിച്ച് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചോദിച്ചാൽ ഇനി പ്രശ്നമില്ല, 0. അടുത്തത്, ഇഫ് 3 റെസിസ്റ്റൻസസ് ഈച്ച് ഓഫ് 6 ohms ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഓക്കെ, 3 റെസിസ്റ്റർ എല്ലാത്തിൻ്റെയും വാല്യൂ 6 ohms ആണ്, ഇവരെ പാരലൽ കണക്ട് ചെയ്യുന്നു. ദെൻ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, R സീരീസ് ആണെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ N/R ആണ്. R പാരലൽ ആണെങ്കിൽ എന്താണ്, R/N ആണ്. ഇവിടെ 3 റെസിസ്റ്ററുകളാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇറ്റ് വിൽ ബി ഈക്വൽ ടു R/3 and this is equal to 3R. സോ R/3 എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്, പാരലൽ ആയതുകൊണ്ട്. ക്ലിയർ? അടുത്തത്, എ സർക്യൂട്ട് കണ്ടെയ്നിങ് 2 അൺഈക്വൽ റെസിസ്റ്റൻസസ് ഇൻ പാരലൽ. 2 അൺഈക്വൽ റെസിസ്റ്റൻസസ് ആണ് ഉള്ളത്. ഈക്വൽ റെസിസ്റ്റൻസിൻ്റെ കൺസെപ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞു. 2 അൺഈക്വൽ ആണെങ്കിൽ ബട്ട് വാട്ട് ഹാപ്പൻസ്, ഒരു പാരലൽ സർക്യൂട്ടിൽ 2 അൺഈക്വൽ റെസിസ്റ്റൻസുകളാണ് നിങ്ങൾ വരുന്നതെങ്കിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം? എപ്പോഴും ആലോചിച്ച് നോക്കുക, പാരലൽ സർക്യൂട്ടുകളിൽ ആര് സെയിം ആണ്? പാരലൽ സർക്യൂട്ടുകളിൽ വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ബോത്ത് ആർ സെയിം. ഇതിന് വേറെ ഒരു സീരീസ് ആണെങ്കിലും അതിൻ്റെ ഉത്തരം എന്തായി? കറണ്ട് ആയി. സോ ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് പോവുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അടുത്ത, 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു ഡാഷ് ജൂൾസ് അല്ലേ? എത്ര ജൂളാണ് 1 ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ അതിൻ്റെ അകത്ത് വേണം. അതായത് നമ്മുടെ എന്താണ് ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള കാര്യമാണ് ആദ്യം അറിയേണ്ടത് അല്ലേ? അപ്പോൾ ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. അതായത് ഇവിടെ പറയുന്നത് 1 ഇലക്ട്രോൺ ഇൻറ്റു 1 വോൾട്ട്, ഇതാണ് ഇലക്ട്രോൺ വോൾട്ട്. 1 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.6 × 10⁻⁹ കൂളമ്പാണ് ഇൻറ്റു 1 വോൾട്ട്. ക്ലിയർ? അപ്പം ഇവിടെ എന്താണ് ആക്ച്വലി വരുന്നത്? അതെ, അതായത് നമുക്ക് പറയാം ഈ ഇലക്ട്രോൺ വോൾട്ട് അല്ലേ? ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁹ C × V. ആരാണ് ഈ C × V എന്ന് പറയുന്ന സംഭവം? C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് അല്ല, നമ്മുടെ ചാർജിൻ്റെ യൂണിറ്റ് ആണ്, Q ആണ്. അപ്പോൾ Q × V എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്കറിയാം V ഈസ് ഈക്വൽ ടു W/Q എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ? W ആരാണ്? വർക്ക് അല്ലെങ്കിൽ എനർജി, അതിൻ്റെ യൂണിറ്റ് ജൂള്. V എന്ന് പറഞ്ഞാൽ വോൾട്ട്, Q എന്ന് പറഞ്ഞാൽ കൂളം, അതാണ് ഇവിടുത്തെ CV. അപ്പം 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 1.6 × 10⁻⁹ CVക്ക് വരെ നിങ്ങൾക്ക് എന്ത് എഴുതാം? ജൂൾസ് എന്ന് എഴുതാം. ഇപ്പോൾ ക്ലിയർ ആയോ? സോ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1.6 × 10⁻⁹ ജൂൾ എന്നുള്ളതാണ് ഉത്തരം. ഇനി അത് മാറിപ്പോവരുത്. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാംപ്സ് ഹാവ് ദ ലീസ്റ്റ് റെസിസ്റ്റൻസ്? ലീസ്റ്റ് റെസിസ്റ്റൻസ് ഉള്ള ലാമ്പ് ഏതാണ് എന്നുള്ള നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോഴും നമ്മുടെ കണ്ണോടിച്ച് പോകേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ, നമ്മുടെ വോൾട്ടേജ് വാല്യൂകൾ നോക്കാം. എന്താണ് വോൾട്ടേജ് വാല്യൂകളുടെ അവസ്ഥ? എല്ലാതും ഒരേ വോൾട്ടേജ് ആണ്. ദാറ്റ് മീൻസ് സെയിം പൊട്ടൻഷ്യൽ. അതായത് ഇവിടുത്തെ ഈ പൊട്ടൻഷ്യലൊക്കെ സെയിം ആണ്. അതിൻ്റെ അർത്ഥം അത് നമ്മളൊരു പാരലൽ സർക്യൂട്ടായിട്ട് അല്ലെങ്കിൽ പാരലൽ കണക്ഷനായിട്ട് നമുക്ക് കണക്കാക്കാം അല്ലേ? നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന പാരലൽ കണക്ഷനായിട്ട് കണക്കാക്കാം. അപ്പോൾ ഇവിടെ ലീസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? പവർ ഈസ് ഈക്വൽ ടു V²/R ആണ്. ഇവിടെ എല്ലാ വോൾട്ടേജസും എന്താണ്? എല്ലാ വോൾട്ടേജസും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. അപ്പോൾ ഇവിടെ ലീസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ റെസിസ്റ്റൻസ് കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ കൂടിയ ബൾബ് എടുക്കുക അല്ലെങ്കിൽ ലാമ്പ് എടുക്കുക.
അപ്പോൾ ലീസ്റ്റ് റെസിസ്റ്റൻസ് ആണ് ആ ബൾബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ബൾബിന് എന്താണ് പവർ കൂടുതലായിരിക്കും. അപ്പോൾ ലീസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പവർ കൂടിയ ആൻസർ ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് മീൻസ് 200 വാട്ട് 220 വോൾട്ട് ഈസ് യുവർ ആൻസർ. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ആ കൺസെപ്റ്റ് പോകുന്നത്. അടുത്തൊരു ചോദ്യം, വിച്ച് റെസിസ്റ്റർ ഈസ് ഫിസിക്കലി ലാർജസ്റ്റ് ഇൻ സൈസ്? തന്നിരിക്കുന്നതിലെ ലാർജസ്റ്റ് സൈസ് ഏത് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. അപ്പോൾ ഈ സൈസിൻ്റെ കേസിൽ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ മെയിനായിട്ട് സൈസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമ്മളെപ്പോഴും അതിൻ്റെ പവർ റേറ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഓക്കെ, പവർ റേറ്റിങ്ങുമായി റിലേറ്റ് ചെയ്തതാണ്. നമ്മളതിൻ്റെ റെസിസ്റ്റൻസിന് അത്ര ഒരു എഫക്റ്റ് ഇല്ല. അപ്പോൾ പവർ റേറ്റിംഗ് തന്നിരിക്കുന്നതിൽ പവർ റേറ്റിംഗ് ഏതിനാണോ കൂടുതൽ അതിനെ നിങ്ങൾക്ക് ഫിസിക്കലി ലാർജസ്റ്റ് എന്നുള്ള ലെവലിൽ എടുക്കാം. തന്നിരിക്കുന്നതിൽ 50 വാട്ടാണ് ഏറ്റവും കൂടുതൽ, അപ്പോൾ അത് ലാർജസ്റ്റ് എന്നുള്ള ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫോർ ദ സെയിം വോൾട്ടേജ് ദ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് 25 വാട്ട് ആൻഡ് 100 വാട്ട് ലാമ്പ് വിൽ ബി ഡാഷ്. സെയിം വോൾട്ടേജ് ആണ്, അഗെയിൻ സെയിം കൺസെപ്റ്റ് ആണ്, സെയിം വോൾട്ടേജ് ആണ്. അപ്പോൾ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. റേഷ്യോ ഓഫ് റെസിസ്റ്റൻസസ് വിത്ത് റെസ്പെക്ട് ടു ദ ലാമ്പിൻ്റെ പവറും റെസിസ്റ്റൻസും തമ്മിലുള്ള കണക്ഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്കെന്ത് പറയാം, P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കാം. അപ്പോൾ ഇവിടെ 25 വാട്ടും 100 വാട്ടും ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ 25 വാട്ടും 100 വാട്ടെന്ന് പറയുമ്പോൾ ഇവിടെ സപ്പോസ് P1 25 P2 നമ്മൾ 100 വാട്ടും എടുക്കുക. അപ്പോൾ നമ്മുടെ P1 ഈസ് P2 എന്ന് പറയുന്നത് എത്രയാണ്, 25:100. ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ P1 ഡിവൈഡഡ് ബൈ P2 ഈക്വൽ ടു 25/100. ഓക്കെ, ഈ P1 ഈസ് P2 എന്ന് എഴുതി കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഉടനടി മാറ്റേണ്ടത് ഇതിനെ P1/P2. അപ്പോൾ പിന്നെ തെറ്റില്ല. അപ്പോൾ P1/P2 ഈക്വൽ ടു 25/100 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/4. അപ്പോൾ നമുക്ക് P1/P2 1/4 എന്ന് എഴുതാം, അല്ലെങ്കിൽ P1 ഈസ് P2 ഈക്വൽ ടു 1:4 എന്നുള്ള ലെവലിൽ എഴുതാം. നമ്മൾ ഓൾറെഡി ഒരു അനാലിസിസ് നടത്തിയ എന്താണ്, പവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി R1 ഈസ് R2 എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ തിരിച്ചുള്ള റേഷ്യോ ആയിരിക്കും. എത്രയായിരിക്കും, 4:1. ക്ലിയർ? അങ്ങനെ ഒരു ഓർഡർലി പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവിടെ തെറ്റുകൾ വരാനുള്ള പ്രോബിലിറ്റി വളരെയധികം കുറയും. സോ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്, യെസ്, ഉത്തരം എന്ന് 4:1 അല്ലേ, 1:4 അല്ല. ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്, 4:1. ക്ലിയർ? ആ ഒരു ലെവലിൽ നിങ്ങളത് ചെയ്തു പോയി കഴിഞ്ഞാൽ തെറ്റുകൾ വരില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഹാസ് ലീസ്റ്റ് റെസിസ്റ്റിവിറ്റി? ഓക്കെ, ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ലീസ്റ്റ് റെസിസ്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ലീസ്റ്റ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക അതൊരു ഗുഡ് കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരിക്കും. ക്ലിയർ? റെസിസ്റ്റിവിറ്റി ഭയങ്കര കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, കണ്ടക്ടിവിറ്റി ഭയങ്കര കൂടുതലായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ കണ്ടക്ടിവിറ്റി കൂടുതലായിട്ടുള്ള മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഗുഡ് കണ്ടക്ടറുകൾ ഉള്ള മെറ്റീരിയലാണ്. തന്നിരിക്കുന്നതിൽ ഏതാണ്, യെസ്, കോപ്പറാണ് ഗുഡ് കണ്ടക്ടർ. ഓക്കെ, ആക്ച്വലി ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ എന്ന് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം സിൽവർ ആണ് കേട്ടോ. ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ സിൽവർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ സിൽവർ മാത്രമേ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആൻസറിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ ഫോർമുല ടു ഫൈൻഡ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ. ഓക്കെ, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയുള്ള ഫോർമുല ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചത്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് റെസിസ്റ്റൻസും ടെമ്പറേച്ചറും പ്രപ്പോർഷണൽ ആണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് വിളിക്കും. ഇനി അത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെങ്കിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് വിളിക്കും. ഇനി അവിടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഒന്നും ഇല്ലെങ്കിൽ അതിനെ സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് വിളിക്കും. അപ്പോൾ എപ്പോഴും ആലോചിച്ച് വെക്കേണ്ട ഒരു ഫോർമുല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രൂഫിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ദാറ്റ് ഈസ് RT ഈക്വൽ ടു R0 × 1 + α t. ഓക്കെ, അതായത് നിങ്ങളുടെ റെസിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു എനി ടെമ്പറേച്ചർ, അതാണ് ഈ RT കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. R0 എന്ന് പറയുന്നത് നമ്മുടെ ഇനീഷ്യൽ വാല്യൂ. ഇപ്പം നമ്മളെ ഇനീഷ്യൽ വാല്യൂ ഇവിടെ 0 ആയതുകൊണ്ടാണ് 0 ഡിഗ്രി സെൽഷ്യസ്, അതായത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ളതുകൊണ്ടാണ് ഞാൻ 0 പറഞ്ഞത്. ഇനി നമുക്ക് 30 ഡിഗ്രി സെൽഷ്യസിനെ കാണണമെങ്കിൽ നമ്മുടെ T എന്ന് പറയുന്നത് എത്രയായിരിക്കും, 30 ആയിരിക്കും. ഈ R0 എന്ന് പറയുന്നത് നിങ്ങളുടെ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസ്. ഇനി ഇതിന് പോലെ 2 ഡെഫിനിറ്റ് വാല്യൂസ് ആണ് തരുന്നതെന്ന് വിചാരിക്കും. അതായത് ഒരെണ്ണം 20ഉം ഒരെണ്ണം 40ഉം ആണെങ്കിൽ എന്താണ് വരുന്നത്, അവിടെ 2 റെസിസ്റ്ററിൻ്റെ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഞാൻ ഈ R2ൻ്റെ റെസിസ്റ്റർ R1ഉം നമ്മുടെ 40യുടെ റെസിസ്റ്റർ R2ഉം, അതായത് ഇത് 20 ഡിഗ്രി സെൽഷ്യസ്, ഇത് 40 ഡിഗ്രി സെൽഷ്യസ്. ഈ 20 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റർ R1ഉം
40 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റർ R2 എന്നും എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും ദാറ്റ് ഈസ് R2 ഈസ് ഈക്വൽ ടു R1 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു T2 മൈനസ് T1. കാരണം രണ്ട് ടെമ്പറേച്ചറിൽ രണ്ട് റെസിസ്റ്റൻസുകളായിട്ട് വരുന്നു. ഓക്കെ, രണ്ട് ടെമ്പറേച്ചറിൽ രണ്ട് റെസിസ്റ്റൻസുകളായിട്ട് നമുക്ക് വരുന്നു. ആ ഒരു ലെവലിലുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? RT ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു T. ഓക്കെ, ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞു ഇത് 0 30 ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇനി ഇത് രണ്ടെണ്ണമാണെങ്കിൽ ഇങ്ങനെ വരുന്നു പറഞ്ഞു. ഇവിടുത്തെ ആൽഫ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഫ എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് നമ്മുടെ എന്ത് ആൽഫ എന്ന് പറയുന്ന വാല്യൂ. ഈ ആൽഫ എന്ന് പറയുന്ന വാല്യൂവിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഓം ഒറിജിനൽ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചർ, അതായത് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്, അതായത് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ടി. അപ്പോൾ ഡെൽറ്റ ആറിൻ്റെ റെസിസ്റ്റൻസും ഓം തന്നെയാണ്, ആറിൻ്റെ റെസിസ്റ്റൻസും ഓം ആണ്. ഇത് രണ്ടും കട്ടായി പോവും. ഇവിടെ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ആൽഫയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പെർ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ക്ലിയർ? പെർ ഡിഗ്രി സെൽഷ്യസ്. ഇനി ഏതെങ്കിലും ഒരു റെസിസ്റ്ററിനെ വിത്ത് റെസ്പെക്റ്റ് ആണ് പറയുന്നതെങ്കിൽ ഇത്ര ഓംസ് പെർ ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ലെവലിലാണ് പറയുക. അതായത് കോപ്പറിൻ്റെ ടെമ്പറേച്ചർ കോഷ്യൻ്റ് ഒക്കെ പറയുകയാണെങ്കിൽ 0.004 പെർ ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ലെവലിലാണ് അല്ലേ പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയുമെങ്കിലും ജനറലി അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? പെർ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇനി പെർ ഡിഗ്രി സെൽഷ്യസ് നിങ്ങളുടെ ഓപ്ഷനിലില്ല, റെസിസ്റ്റൻസ് പെർ ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതിലേക്ക് പോകണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. അടുത്ത വാട്ട് ഈസ് ദ കറണ്ട് ഇൻ R1 റെസിസ്റ്റർ ഷോൺ ഇൻ ദ സർക്യൂട്ട്. ഓക്കെ, തന്നിരിക്കുന്ന സർക്യൂട്ടിൽ R1 റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് എത്ര എന്നുള്ളതാണ് ചോദ്യം. വളരെ ഈസി ആയിട്ടുള്ള അനാലിസിസ് ആണ്. ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. കാരണം നിങ്ങൾ 300 ആംപിയർ ആണ് നമ്മളിവിടെ 300 ആംപിയർ ആണ് നിങ്ങളതിലെ ഫ്ലോ ചെയ്യുന്നത് ഫസ്റ്റത്തെ അമ്മീറ്ററിലുള്ള റീഡിങ്. അപ്പോൾ രണ്ടാമതിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്, നമുക്ക് ഏത് അനാലിസിസിലൂടെയാണ് അത് പോകേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ 300 ആംപിയർ ആണുള്ളത്. ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, ഇത് 200 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 300 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. 300 നമ്മളിങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾക്ക് ഈ ഒരു റെസിസ്റ്റർ അത് ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് 200 ആണെങ്കിൽ ഇതും എന്താണ് 200 തന്നെയാണ്. ഇങ്ങോട്ടേക്ക് എത്ര ഉണ്ടാവുള്ളൂ? 100 ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് 60, ബാക്കി 140 ഇങ്ങോട്ടേക്ക് പോകും. ക്ലിയർ? അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് അനാലിസിസ് ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ലോജിക്കലി വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. കാരണം ഇങ്ങോട്ടേക്ക് 100 വരുമ്പോഴാണ് ഇത് രണ്ടും കൂടി ഇവിടെ മീറ്റ് ചെയ്ത് 100ഉം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെവലിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എത്രയാണ് വരുന്നത്? അത് 100 മില്ലി ആംപിയർ ആണ് കേട്ടോ. 100 മില്ലി ആംപിയർ. കാരണം ഇവിടെ ഓൾറെഡി 200 പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ കൺഫ്യൂഷൻസ് ഒന്നും വരാനായിട്ട് ഇല്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ആ ഒരു പോയിൻ്റ് നിങ്ങളൊന്ന് മൈൻഡിൽ ഉണ്ടാവുക. അടുത്തത്, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് 50 മൈക്രോ കൂളം ഓഫ് ചാർജ് ടു പാസ് എ പോയിൻ്റ് ഇൻ എ സർക്യൂട്ട് ഇഫ് ദ കറണ്ട് ഫ്ലോൺ ഈസ് 15 മില്ലി ആംപിയർ. ഓക്കെ, 15 മില്ലി ആംപിയർ ആണെങ്കിൽ നിങ്ങൾ എത്രത്തോളം കറണ്ട് അതിലൂടെ പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചാർജ് എത്ര ടൈം, ഹൗ ലോങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര സമയം എടുക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വളരെ കൂളായിട്ട് ചെയ്യാം. ഫോർമുല മാത്രം അറിഞ്ഞാൽ മതി. 50 മൈക്രോ കൂളമാണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁻6 ആണ്. അപ്പം കൂളം ഓഫ് ചാർജ് ആണ്. ചാർജ് എന്ന് പറയുമ്പോൾ ക്യൂ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ടു എ പാസ് എ പോയിന്റ് ഫ്ലോയിങ് കറണ്ട് ഐ എന്ന് പറയുന്നത് എത്രയാണ്? 15 മില്ലി ആംപിയർ ആണ്. അതായത് 15 × 10⁻³ ആണ്. ഓക്കെ, അപ്പോൾ എത്ര സമയം എടുക്കും എന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? IT ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം I ഈസ് ഈക്വൽ ടു Q/T എന്നുള്ള ലെവലിൽ പറയാം. അല്ലെങ്കിൽ ടൈം മാത്രമാണെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു Q/I എന്നുള്ള ലെവലിൽ പറയാം. ഇപ്പോൾ Q എന്ന് പറയുന്നത് എത്രയാണ്? 50 × 10⁻⁶ ഡിവൈഡഡ് ബൈ I എന്ന് പറയുന്നത് എത്രയാണ്? 15 × 10⁻³ അപ്പം ഈ 10⁻⁻6 ഡിവൈഡ് ബൈ 10⁻⁻3 കട്ടാകുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് 10⁻⁻3. ഇവിടെ 15ഉം ഇതും കട്ടാകുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് 10/3. അപ്പോൾ 10/3 എന്ന് പറയുന്നത് എത്രയാണ്? 3.33. So your answer is 3.33 × 10⁻³ seconds. Okay.
നമുക്ക് മാക്സിമം ആ ഫോർമുല ഉപയോഗിച്ചുള്ള കൺസെപ്റ്റുകളാണ് അറിയേണ്ടത്. ഫോർമുല അപ്ലൈ ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതിയാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ, എ ലെങ്ത് ഓഫ് വയർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 6 ohms. ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ഓഫ് ദ സെയിം മെറ്റീരിയൽ 3 times ലോങ് ആൻഡ് ട്വൈസ് ദ ക്രോസ് സെക്ഷൻ. 2 times ലോങ് ആണെന്ന് പറയുന്നു, അതുപോലെ തന്നെ ത്രൈസ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇവിടെ ഒറിജിനൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ലെങ്ത്ത് ഇപ്പം ഫസ്റ്റത്തെ ലെങ്ത്തിനെ L1 എന്നും സെക്കൻഡ് ലെങ്ത്ത് L2 എടുത്തു കഴിഞ്ഞാൽ L2 എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും? 3 times L1 ഉം നിങ്ങളുടെ ക്രോസ് സെക്ഷൻ A2 എന്ന് പറയുന്നത് എത്രയാവും? ഇറ്റ് വിൽ ബി ട്വൈസ്. അപ്പോൾ 2A1 എന്നുള്ള ലെവലിലേക്ക് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട് എത്രയാണ്? 6 ആണ്. അപ്പോൾ നിങ്ങൾക്ക് R2/R1 ഈസ് ഈക്വൽ ടു എന്താണ് ഫോർമുല? R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A. റോൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല, L/A മാത്രം മതി. അപ്പം L2/L1 ഇൻറ്റു A താഴെ അല്ലേ, അപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ A2 വരിക, മുകളിൽ A1. അപ്പോൾ L2 എന്ന് പറയുന്നത് 3L1 ഡിവൈഡഡ് ബൈ L1 ഇൻറ്റു A1 ഡിവൈഡഡ് ബൈ 2A1. അപ്പോൾ ഉത്തരം എന്താ കിട്ടും? L1 കട്ടായി. സോ ഉത്തരം വിൽ ബി 1.5. സോ R2/R1 ഈസ് ഈക്വൽ ടു 1.5, അല്ലെങ്കിൽ R2 ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു R1. R1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. അപ്പം യു വിൽ ബി ഗെറ്റിംഗ് 3/2 ഇൻറ്റു 6. യുവർ ആൻസർ വിൽ ബി 9 ohms. ക്ലിയർ? വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ലെവൽ ഓഫ് അനാലിസിസ്. അടുത്തൊരു ചോദ്യം, എ കോപ്പർ വയർ ഓഫ് റെസിസ്റ്റൻസ് R ഈസ് സ്ട്രെച്ച്ഡ് ടിൽ ഇറ്റ്സ് ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് n times the original resistance. its resistance now will be. ഓക്കെ, അപ്പോൾ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ വന്നതിന്, അതായത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ എക്സാക്ട്ലി നോക്കണം. സ്ട്രെച്ച് ചെയ്തിരിക്കുക എന്ന് പറയുകയാണെങ്കിൽ, അതായത് സ്ട്രെച്ച് ചെയ്തിരിക്കുകയോ എന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക. അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പുതിയ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് വിൽ ബി n²R. വെരി ഇമ്പോർട്ടൻ്റ് അനാലിസിസ് ആണ്. സ്ഥിരമായിട്ട് പരീക്ഷാ പേപ്പറുകളിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും കൂടിയാണ്. അതായത് സ്ട്രെച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി ഇതിലേക്ക് പോവുക, n²R പോവുക. ഓക്കെ, സോ യുവർ ഓപ്ഷൻ വിൽ ബി n²R. ഓക്കെ, ഇത് n²R ആണ്. അപ്പം പുതിയ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ n²R കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ, അറ്റ് 0 Kelvin ദ ജർമാനിയം ബിഹേവ്സ് ആസ് എ, അതായത് 0 ഡിഗ്രി അല്ലെങ്കിൽ 0 Kelvinൽ നിങ്ങളുടെ ജർമാനിയം എന്തായിട്ട് ബിഹേവ് ചെയ്യും? ആദ്യം ജർമാനിയം എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. ജർമാനിയം എന്ന് പറയുന്നത് എന്താണ്? അതൊരു സെമി കണ്ടക്ടറാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. സെമി കണ്ടക്ടർ അല്ലെങ്കിൽ സെമി കണ്ടക്ടറിൻ്റെ വേറെ എക്സാമ്പിളാണ് ഇത് സിലിക്കൺ. അപ്പോൾ 0 Kelvin എന്നാൽ അബ്സല്യൂട്ട് 0 എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ നിങ്ങളുടെ ജർമാനിയം അല്ലെങ്കിൽ ജനറലി സെമി കണ്ടക്ടർ എന്തായിട്ട് ബിഹേവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിഹേവിങ് ആസ് ആൻ ഇൻസുലേറ്റർ. ഒരു ഇൻസുലേറ്റർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക. അത് ജനറലി അത് അനലൈസ് ചെയ്ത് വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഞാൻ തൊട്ട് മുന്നേ നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ, ഇത്തരം ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം ആരാണ്? സിൽവർ ആണ് കേട്ടോ. സിൽവർ ആണ് നിങ്ങളുടെ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തത്, നോ കറണ്ട് ഫ്ലോസ് ബിറ്റ്വീൻ 2 ചാർജ്ഡ് ബോഡീസ് ഇഫ് ദേ ഹാവ്. യെസ്, ഇതാണ് പൊട്ടൻഷ്യലിൻ്റെ കൺസെപ്റ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞിട്ടുണ്ട്, 2 ബോഡീൻ്റെ ഇടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ എന്ന്, അല്ലേ? അപ്പോൾ 2 കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 2 ചാർജ് ബോഡീസിൻ്റെ ഇടയിലും ഉള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണിത്. അടുത്തത്, സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ വയർ 1.1 meter ലോങ് ദെൻ 0.4 mm ഡയമീറ്റർ ഹാവിങ് എ റെസിസ്റ്റൻസ് ഓഫ് 4.2 ohm വിൽ ബി ഡാഷ്, അല്ലേ? സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ കയ്യിലുള്ള അനാലിസിസ് നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് വരിക. അതായത് റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു എന്താണ്? റോ ഇൻറ്റു L/A എന്നുള്ള കാര്യം നമുക്കറിയാം. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കാം. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻ്റെ യൂണിറ്റ് മറന്നു പോയിട്ടില്ലല്ലോ, എന്താണ്? ഓം മീറ്റർ ആണ്, അല്ലേ? ഓം മീറ്റർ. അപ്പോൾ ഇവിടെ ഈ ഒരു അനാലിസിസിൽ റോ ഈസ് ഈക്വൽ ടു R ഇൻറ്റു A ഡിവൈഡഡ് ബൈ L ആണ്. R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്, അത് എത്രയാണ്? 4.2 ആണ്. ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 0.4 mm ഡയമീറ്റർ എന്നുള്ള ലെവലിലാണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലേ? സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ R, അല്ലേ?
റെസിസ്റ്റൻസ് ഏരിയ നമ്മളിവിടെ എടുക്കേണ്ടത് πr² ആണ് കേട്ടോ, πr². അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ 3.14, r എന്ന് പറയുന്നത് എപ്പോഴും diameter/2 ആയിരിക്കും. അപ്പോൾ 0.4/2 എന്ന് പറയുന്നത് 0.2 mm ആയിരിക്കും. അപ്പോൾ 0.2 × 0.2 × mm ആണ്. അപ്പോൾ 10⁻³ × 10⁻³ -6 ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1.1 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ. ഇവിടുന്ന് 10⁻²² എടുക്കുക. അപ്പോൾ 4.2 × 3 × 2 × 2 × 10⁻⁸ ഡിവൈഡഡ് ബൈ 1.1 ആണ് ഉത്തരം. ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 48 × 10⁻⁸ ഓം മീറ്റർ. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെസിഫിക് റെസിസ്റ്റൻസിൽ എന്താണ്? ഓം മീറ്റർ ആണ്. ഓക്കെ, ആ ഒരു കാര്യം നമ്മളവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അനാലിസിസ് ആണ്. അടുത്ത ഒരു കൺസെപ്റ്റ്, ഞാൻ ഈ റെസിസ്റ്റൻസ് പറഞ്ഞപ്പോൾ ഞാൻ ഈ കളർ കോഡിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ കളർ കോഡിൻ്റെ ജനറൽ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് കളർ കോഡ് നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു കളർ കോഡ് നമ്മൾ യെല്ലോ, അതുപോലെ തന്നെ വയലറ്റ്, ഇനി ഓറഞ്ച്, സിൽവർ, ഇങ്ങനെ ലെവലിൽ 4 കളർ കോഡ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താം എന്നുള്ള കാര്യം നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ ആ ഒരു ഉത്തരം അറിയാൻ വേണ്ടി നമ്മൾ ഈ കളർ കോഡ് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ യെല്ലോ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉത്തരത്തിൽ വരും 4 വരും. അപ്പോൾ ഇവിടെ എടുക്കേണ്ടത് ഫസ്റ്റ് ഡിജിറ്റ് അതുപോലെ തന്നെ എടുക്കാം. അവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ 4 തന്നെ എടുക്കാം. സെക്കൻഡ് ഡിജിറ്റ് അതുപോലെ തന്നെ എഴുതാം. അപ്പോൾ വയലറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വയലറ്റ് 7 തന്നെ എഴുതാം. പിന്നെ മൾട്ടിപ്ലെയർ ആണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലെയർ ആണ്. അപ്പം ഏതാണ്? ഓറഞ്ചാണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഓറഞ്ചിൻ്റെ മൾട്ടിപ്ലെയർ എന്ന് വെച്ചാൽ 10⁻³ ആണ്. അപ്പോൾ × 10⁻³ ആണ് നിങ്ങളുടെ ഉത്തരം. പിന്നെ നാലാമത്തെ നമ്മുടെ ടോളറൻസ് ആണ് ഞാൻ തന്നിരിക്കുന്നത്. സിൽവർ ആയതുകൊണ്ട് എത്ര എടുക്കുക? 10%. അപ്പോൾ ഉത്തരം എത്ര വരും? 47 10⁻³ എന്ന് പറയുമ്പോൾ കിലോ ഓം ±10%. ക്ലിയർ? അതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഏത് ക്വസ്റ്റ്യൻ തന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത്തരത്തിലെടുക്കാം. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾക്ക് ഇതെടുക്കുന്ന മനസ്സിലായി. ഇനിയിപ്പോൾ ടോളറൻസ് ഒന്നും തരുന്നില്ല എന്നായിരിക്കും. അങ്ങനെ നിങ്ങൾ ടോളറൻസ് ഒന്നും തരുന്നില്ലെങ്കിൽ നിങ്ങൾ ഏതിലേക്ക് പോകണം? നിങ്ങൾ നണ്ണ് എന്നുള്ള ലെവലിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ ടോളറൻസ് ഒന്നും തരുന്നില്ലെങ്കിൽ നിങ്ങൾ ഏത് ശതമാനം എടുക്കേണ്ടി വരും? 20% എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി പോവേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പോകും. അടുത്തൊരു ക്വസ്റ്റ്യൻ, റെസിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് അബൌട്ട് ഡാഷ്. ഓക്കെ, ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ജനറൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിക്കാം IT ഇലക്ട്രീഷ്യൻ എക്സാംസിനോ അല്ലെങ്കിൽ മറ്റുള്ള എക്സാംസിനൊക്കെ ഒരു വളരെ ജനറൽ പോയിന്റ് എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യാം? ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബോഡി ജനറലി 1000 ഓം എന്നുള്ള ലെവലിലാണ് വരുന്നത്. ഓക്കെ, 1000 ഓം അല്ലെങ്കിൽ 1 കിലോ ഓം കേട്ടോ. 1000 ഓം എന്നുള്ള ലെവലിലാണ് നമ്മൾ ജനറലി പറയുക. 1000 ഓമിന് നമുക്ക് ഇങ്ങനെ എഴുതാം 1 കിലോ ഓം എന്നുള്ള ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെച്ചാൽ മതി. 1 കിലോ ഓം ആണ് നിങ്ങളുടെ റെസിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബോഡി. എബൌട്ട് എന്നാണ് പറയുന്നുള്ളൂ കേട്ടോ. അപ്പം ആ ഒരു തന്നിരിക്കുന്നതിലുള്ളത് നോക്കിയിട്ട് ചെയ്യാം. അടുത്തത് 1 വോൾട്ട് ഈസ് അപ്ലൈഡ് ഇൻ എ സർക്യൂട്ട്, എ കറണ്ട് ഓഫ് 1 മൈക്രോആംപിയർ ഫ്ലോസ് ത്രൂ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഒരു വോൾട്ടേജ് നിങ്ങൾ സർക്യൂട്ടിലൂടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നത് 1 വോൾട്ട് എന്നുള്ളത്. എത്രയാണ് അപ്ലൈ ചെയ്യുന്നത്? 1 മൈക്രോ ആംപിയർ ആണ്. 1 മൈക്രോ ആംപിയർ എന്ന് പറഞ്ഞാൽ 10⁻⁻6 ആംപിയർ ആണ്. കണ്ടക്റ്റൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യം റെസിസ്റ്റൻസ് അല്ല. സാധാരണഗതിയിൽ ഇത് നമ്മൾ കാണുമ്പോഴേക്കും V = IR ആണ്. അപ്പോൾ R കാണണം. R എന്ന് പറഞ്ഞാൽ V/I. ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ തന്നെ പോകുന്നതാണ്. നിങ്ങളുടെ 1 വോൾട്ട് ഡിവൈഡഡ് ബൈ 10⁻⁻, കറണ്ട് എന്ന് പറഞ്ഞാൽ -6 ആണ്. അപ്പം നിങ്ങൾക്ക് എത്ര കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ് 10⁻⁻6 എന്ന് പറയുമ്പോൾ ഉത്തരം മുകളിലേക്ക് പോകുമ്പോൾ 10⁻⁶ ഓം അല്ലേ. റെസിസ്റ്റൻസ് എത്ര കിട്ടി? നിങ്ങൾക്ക് 10⁻⁶ ഓം കിട്ടി. പക്ഷേ ചോദിച്ചിരിക്കുന്നത് ആരാണ്? കണ്ടക്റ്റൻസിനാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ G ആണ്. G എന്ന് പറഞ്ഞാൽ അഗെയിൻ 1/R ആണ്. അതായത് 1/10⁻⁶ ആണ്. സോ ആൻസർ വിൽ ബി 10⁻⁻6. യൂണിറ്റോ? മോ അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് അല്ലെങ്കിൽ സീമൻ അല്ലേ. അപ്പോൾ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി നിങ്ങൾക്ക്? യു വിൽ ബി ഗെറ്റിംഗ് എത്രയാണ് കിട്ടുന്നത്? 10⁻⁻6. 10⁻⁻6 എന്ന് പറയുമ്പോൾ എത്ര മൈക്രോ ഓം ആണ്? 10⁻⁻6 എന്ന് പറയുമ്പം എത്ര മൈക്രോ ഓം ആണ് വരിക? 1 മൈക്രോ ഓം ആണ് വരിക അല്ലേ. കാരണം അതിൽ വേറെ കൺഫ്യൂഷനുകൾക്കൊന്നും ഇടവരുന്നില്ല. സോ ഉത്തരം വിൽ ബി 1 മൈക്രോ ഓംസ്. ഓക്കെ, 1 മൈക്രോ ഓംസ് അല്ല, 1 മൈക്രോ മോ അല്ലേ. 1 മൈക്രോ മോ
ഓം നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് അല്ലേ. സോ ആ ഒരു കൺസെപ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കവിടെ ആ ഒരു രീതിയിൽ പറയാനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ജനറലി ബേസിക്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നുള്ള ലെവലിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റ്സ്. ഓക്കെ, ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും ഒരു ബേസിക്സ് ഓഫ് ഇലക്ട്രിസിറ്റി പഠിക്കുന്ന ആൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കൺസെപ്റ്റുകളാണിത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു സെഷനിൽ അടുത്ത യൂണിറ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അടുത്ത മൊഡ്യൂളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക് ഇലക്ട്രിസിറ്റിയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിക്കാനുള്ളത്. അതിൻ്റെ കൺസെപ്റ്റുകളും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൺസെപ്റ്റുകളും കാര്യങ്ങളും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ കൺസെപ്റ്റുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു സെഷനിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.